തോറ്റെങ്കിലും വർഗീയവാദികളുടെ വോട്ട് കിട്ടാതെ സന്തോഷമുള്ളതാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതിനുള്ള ന്യായീകരണങ്ങൾ തേടി പോവും. പക്ഷേ അദ്ദേഹം ഓർക്കേണ്ട ഒറ്റ കാര്യം, ഇടത്തെ കൈ PDPയുടെ തോളിലും വലത്തെ കൈ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആസാമിയുടെ തോളിലുമായിരുന്നു. അത്രയും ഒന്ന് ഓർത്താൽ മതി. അതെല്ലാ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം രണ്ട് കൈയും ആരുടെ തോളിലായിരുന്നു എന്ന്. അവരുടെ രണ്ട് കൈകളും ആരുടെ തോളിലായിരുന്നു എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ. ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് വർഗീയവാദികളും തീവ്രവാദികളുമാണ്. നിങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. പണ്ട് വിജയരാഘവൻ പറഞ്ഞു 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. അപ്പോഴും പറഞ്ഞു വർഗീയവാദികളും തീവ്രവാദികളുമാണ് പ്രിയങ്ക ഗാന്ധി ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഷൗക്കത്തിനെ ജയിപ്പിച്ചതും വർഗീയവാദികളും തീവ്രവാദികളാണ്. അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടകരമായ സ്ഥലമുള്ള 10,000-കണക്കിന് വർഗീയവാദികളും തീവ്രവാദികളുമുള്ള ഒരു കുഴപ്പം പിടിച്ച സ്ഥലമായി കേരളം മാറുമല്ല. പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയണത്, ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള ബോധ്യം വേണം.